നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഫിലോസഫിക്കൽ ഡിസ്കഷൻ ഒക്കെ നടത്താൻ പോകുന്ന ഈ സെലിബ്രിറ്റി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രൊഫഷണൽ റെസ്ലിംഗിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് നെയിം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടെ തന്നെ ഇദ്ദേഹം ഒരു ആക്ടറും ഒരു ഫോർമർ റാപ്പറും കൂടിയായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹം ഇന്ന് ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. കാണാൻ പറ്റുന്നില്ല അല്ലയോ? അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ല. സ്ഥിരം കേൾക്കുന്ന ചളികൾ മാറ്റി വയ്ക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും സോഴ്സസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 1977 മസാച്യുസെറ്റ്സിൽ വെച്ച് സ്വന്തം മാതാപിതാക്കളുടെ 5 മക്കളിൽ രണ്ടാമനായിട്ടാണ് ജോൺ സീന ജനിക്കുന്നത്. കൊച്ചുപ്രായം മുതലേ തന്നെ അദ്ദേഹത്തിന് പ്രോ റെസ്ലിംഗിലും അതേപോലെ അമേരിക്കൻ ഫുട്ബോളിലും ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. ലേറ്റ് 90s സ്പ്രിംഗ്ഫീൽഡ് കോളേജിൽ നിന്നും ഫിസിയോളജിയിൽ ഡിഗ്രി പൂർത്തിയാക്കുന്ന ജോൺ സീന 1998 ആകുമ്പോഴത്തേക്കും പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് ആണ് ചെയ്തു തുടങ്ങുന്നത്. ശേഷം 1999 മുതൽ അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലിംഗും ചെയ്തു തുടങ്ങുന്നു. അദ്ദേഹം റീസെന്റായി ചെയ്ത ലോഗാൻ പോളിന്റെ ഒരു പോഡ്കാസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. I'm not against any of that. I'm not against any method that works. 1, do I need it? And 2, have I exhausted all resources before it? Traditionality. I'm still absolutely drug-free for life. I get my testosterone tested 3 times a year. Will you say your level? Do you know where you're at? The last one was 840. Whoa. Damn, John, that's good. 185 സെന്റിമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഹൈറ്റ്. അതേപോലെ തന്നെ 2002 മുതൽ 2011 വരെയുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തത് 109 kg ആയിട്ടാണ് എന്നും അതിന്റെ കൂടെ തന്നെ 2012 ശേഷം ഇന്നേ വരെ അദ്ദേഹം ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തത് 114 kg ആയിട്ടാണ് എന്നും കൂടിയാണ് ഈ സോഴ്സ് പറയുന്നത്. ഫർദർ അദ്ദേഹത്തിന്റെ പ്രസന്റ് ഡേയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജ് എൻ്റെ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് പറയുന്നത് 10 മുതൽ 15% വരെ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് എൻ്റെ എഡ്യൂക്കേറ്റഡ് ഗസ് ആണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു എറർ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് നമ്പർ മതിയായതുകൊണ്ട് തന്നെ ഈ വാല്യൂ വെച്ചായിരിക്കും നമ്മൾ ഇനി കാൽക്കുലേഷൻസ് ചെയ്തു പോകുന്നത്. ഹൈറ്റ്, വെയിറ്റ്, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഈ 3 കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ FFMA കാൽക്കുലേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ FFMA കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസന്റ് FFMA എന്ന് പറയുന്നത് 29.6 ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നുള്ള, അതായത് 2024 പ്രായം എന്ന് പറയുന്നത് 46 കഴിഞ്ഞ് 47 ആവാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടെസ്റ്റോസ്റ്ററോൺ വാല്യൂ വളരെയധികം കുറഞ്ഞു വരുന്ന സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2011 വരെ ജോൺ സീന സ്വന്തം ബോഡി വെയിറ്റ് 109 kg ആയിട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രോഗ്രസീവ്ലി അദ്ദേഹം സ്വന്തം ബോഡി വെയിറ്റ് 114 kg ആക്കിയാണ് കൊണ്ടുവന്നത്. 2011 തന്നെ അദ്ദേഹത്തിന് ഈസിയായി 15-16 വർഷത്തോളം ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ടായി കാണും. ദാറ്റ് മീൻസ് അദ്ദേഹം ജനറ്റിക് പൊട്ടൻഷ്യലിന് ശേഷമാണ് ഈ 5 കിലോ കൂട്ടിയിട്ടുള്ളത്. ജോൺ സീനയുടെ ഫോട്ടോസ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിപ്പിൾ ഏരിയ എന്ന് പറയുന്നത് ഒരു സർജറി കഴിഞ്ഞ ഒരു പ്രതീതിയാണ് കൊടുക്കാറുള്ളത്. ഒരു നാച്ചുറൽ നിപ്പിൾ പലപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല കാണപ്പെടാറുള്ളത്. ഇതിന്റെ അർത്ഥം അദ്ദേഹം പ്രോബബ്ലി ഗൈനക്കോമാസ്റ്റിയ സർജറി അണ്ടർഗോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ്. ലോഗാൻ പോളിന്റെ പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ജോൺ സീന ക്ലെയിം ചെയ്ത് അദ്ദേഹത്തിന്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് 840 നാനോഗ്രാം/ഡെസിലിറ്റർ ആണ് എന്നുള്ളത് കൂടിയാണ്. ഒരു റെഫറൻസിന് പറഞ്ഞു കഴിഞ്ഞാൽ 40കളിലുള്ള ഒരു നാച്ചുറൽ പുരുഷന് സ്വന്തം ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് എന്ന് പറയുന്നത് ഏകദേശം 400 മുതൽ 600 നാനോഗ്രാം/ഡെസിലിറ്ററെ കാണപ്പെടാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും അതേപോലെ മസിൽ മാസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ലെവൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാതെ ഈ ലെവൽ ഓഫ് മസിൽ മാസ് ഒരാൾക്ക് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇതേപോലെ പല സെലിബ്രിറ്റീസിന്റെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ പറയാം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.